സമ്മർദ്ദം കൂടുന്തോറും വീര്യം കൂടുന്ന തരത്തിലുള്ള മുതലാണെന്ന് മാത്രമല്ല, എഴുതിത്തള്ളാൻ ശ്രമിക്കുമ്പോൾ കൃത്യസമയത്ത് ആള് പന്ത് കൊണ്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാല് കൊണ്ടും തല കൊണ്ടും ഒക്കെ മറുപടി കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം അയാൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. അയാളുടെ കരിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആളുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് പൊരുതി നേടിയതാണോ പലതും, ഒരുപാട് പൊരുതി നേടിയതാണ്. ആളുടെ ജനനം പോലും ഒരു പോരാട്ടമായിരുന്നു. അതായത് ആളുടെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനോനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു ക്രിസ്ത്യാനോന്റെ അമ്മ. അതായത് മറ്റൊന്നും കൊണ്ടല്ല, നാലാമതൊരു കുഞ്ഞിനും കൂടി ജന്മം കൊടുത്തു കഴിഞ്ഞിരിച്ചെങ്കിൽ പോറ്റാൻ പറ്റാത്തതുകൊണ്ടാണ്. അത്രയിൽ പട്ടിണിയായിരുന്നു. അച്ഛനാണെങ്കിൽ ഭയങ്കര ആൽക്കഹോളിക് ആയിരുന്നു. അമ്മ എന്തൊക്കെയോ പണിയെടുത്തിട്ടാണ് അവർ ജീവിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അപ്പൊ നാലാമതൊരു കുഞ്ഞുകൂടി വന്നു കഴിഞ്ഞാൽ അതിനെ പോറ്റാൻ പറ്റൂല എന്ന് കരുതിയിട്ട് അബോർട്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷേ അവിടെ നിന്ന് പൊരുതി ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ലോകത്തേക്ക് വന്നു. പിന്നീട് ഒബ്വിയസ്ലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞിരിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ ബാല്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇടങ്ങേറ് പിടിച്ച സമയങ്ങളായിരുന്നു. പക്ഷേ പന്ത് കളിക്കാൻ അറിയായിരുന്നു. പന്ത് കളിക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. പന്ത് കളിച്ച് വലിയ ആളാകണം എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അന്ന് മദേരയിലുള്ള പലരും ഫിഷർമാനും അത്തരത്തിലുള്ള ആളുകളൊക്കെ ആ രീതിയിൽ പോകുന്നവരായിരുന്നു. പക്ഷേ ഈ ചെങ്ങാനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഭ്രമമായിരുന്നു പന്ത് കളിയോട്. ആ മനുഷ്യനെയാണ് പലരും ഗോളടിക്കാൻ പഠിപ്പിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. ആ മനുഷ്യനെ, ഗോളടിക്കാനായിട്ട് ജനിച്ച ഈ മനുഷ്യനെ ഗോളടിക്കാൻ പഠിപ്പിക്കുകയാണ് പലരും ഇപ്പോൾ. എന്താണ് ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 975